ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിമോൾസ് വേൾഡ്. ഇന്ന് നമുക്ക് സക്കുലൻസിന്റെ ഒരു വീഡിയോ ചെയ്യാം. എങ്ങനെ സക്കുലൻസിന്റെ പുതിയ ഒരു തൈ ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് പുറത്തു നിന്നിട്ടിരിക്കുന്ന സക്കുലൻസിനെ നമുക്ക് അകത്തേക്ക് നമുക്ക് എങ്ങനെ ഒരു ട്രേയിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം എന്നും കാണാം. സമ്മറിൽ നമ്മുടെ ഗാർഡനിൽ ഒത്തിരിയേറെ ബേർഡ്സ് വരും. അപ്പോൾ അവയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഞാനൊരു ചെറിയ ഒരു ട്രേ പോലെ റെഡി ചെയ്ത് വെച്ചിരിക്കുന്നത്. പകലൊക്കെ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഒത്തിരിയേറെ ചൂട് കൂടുമ്പോഴത്തേനും ബേർഡ്സ് ഒക്കെ വന്ന് ഇവയിൽ കുളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ബേർഡ് ഫീഡറാണ്. നമുക്ക് നിറച്ച് പീനട്ട്സോ ബേർഡ് ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ ബേർഡ്സ് ഇതിന്റെ രണ്ട് വശത്തും വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. സമ്മർ ആകുമ്പോൾ ഞങ്ങൾ ആ കൺസർവേറ്ററിൽ ഇരുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഒത്തിരിയേറെ ബേർഡ്സ് വന്ന് നമ്മുടെ ചെറിയ ട്രേയിൽ കുളിക്കുകയും ഇതിനകത്ത് വന്ന് ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാൻ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ഇതാണ് ഞങ്ങളുടെ കൺസർവേറ്ററി. ഈ കൺസർവേറ്ററിയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവയൊക്കെ. ഇത് ഞങ്ങളുടെ ഏഞ്ചലാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ എല്ലാം അവളിങ്ങനെ ഉണ്ടാവും. ഏഞ്ചൽ, ഹലോ. ഇതാണ് ബേർഡ്സിനെ കുളിക്കാനുള്ള ട്രേ. സൂം ചെയ്ത് കാണിക്കാമേ. ഇതിൽ തന്നെ രണ്ടൊരു ബേർഡ്സിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് ഒരു സക്കുലൻ്റ് നല്ല ട്രേയിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ എങ്ങനെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത പുതിയ തൈകൾ ഉണ്ടാക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതിന് പറയുന്ന ഒരു ഒബിലിക്സ് എന്നാണ്, ഗ്രേ ഒബിലിക്സ്. ഇതിലേക്ക് നമുക്ക് ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ കയറി നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിനാണ് ഞാനിത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാനൊരു പർപ്പിൾ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും നട്ടുവെച്ചിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് ക്ലൈംബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് ഉണ്ടായി വരുന്നുണ്ട് ചെടി. നമുക്ക് കാണാം. ഞാൻ നട്ടിരിക്കുന്ന ചെടി ഇതാണ് ഒരു ചെടി. ചിലതിൻ്റെ അറ്റമൊക്കെ കരിഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും ഏഞ്ചൽ എൻ്റെ പുറകെ തന്നെയുണ്ട്. അവൾക്ക് വലിയ ശബ്ദങ്ങളൊക്കെ പേടിയാണ്. അതുകൊണ്ടാണ് നമ്മളുള്ളയിടത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഏഞ്ചൽ, ഹലോ. ഹലോ ഏഞ്ചൽ. കഴിഞ്ഞ സമ്മറിൽ എനിക്ക് ഒത്തിരിയേറെ എക്കിവീരിയ പ്ലാന്റ്സ് ഉണ്ടായി. ഞാൻ ഇൻഡോർ ആയിട്ട് വെച്ചപ്പോൾ ഈ ട്രെയിലായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ എക്കിവീരിയ പ്ലാന്റ്സ് നട്ടിരുന്നത്. സക്കുലൻസ് ഒരിക്കലും ഒത്തിരിയേറെ വെള്ളമുള്ള മണ്ണിൽ ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി വെറുതെ കളഞ്ഞതാണ്. പക്ഷേ ഇനി ഞാൻ സമ്മർ തുടങ്ങിയിട്ട് ഈ മാസം കഴിഞ്ഞ മാസം തൊട്ട് പയ്യെ സൺലൈറ്റ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ബാംബു ട്രീക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണ്. ബാംബു ട്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, എനിക്ക് പിടിക്കുന്നില്ല. പക്ഷെ മണ്ണിൽ ഒത്തിരി കാട് പോലെ വളരുവാനായിട്ട് ഞാൻ ചുമ്മാ ചെറുതെ എഴുതി ചെട്ടിയെ നട്ട് വെച്ചതാണ്. പക്ഷെ അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കാൻ വന്നപ്പം കണ്ട കാഴ്ച ഒത്തിരിയേറെ എക്കിവീരിയ പ്ലാന്റ്സ് നല്ല ഭംഗിയായിട്ട് തൈകൾ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാനോർത്ത് ഈ വർഷം നമുക്ക് ഇൻഡോറിലേക്ക് നമുക്ക് വീണ്ടും ഈ ട്രേയിലേക്ക് ഇതിനെ നട്ട് അകത്തേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്നും വീണ്ടും കുറേ തൈകൾ കളക്ട് ചെയ്ത് നമുക്ക് ഇൻഡോറിലേക്ക് മാറ്റാം. ഇതാണ് എൻ്റെ എക്കിവീരിയ തൈകൾ. കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ തൈകൾ പയ്യെ പൊക്കിയെടുക്കാം, റൂട്ടൊന്നും ഡാമേജ് ആകാതെ. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ഭംഗിയാണ്. കാരണം ഇതിന് നല്ല സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പം കണ്ടോ ഇതിൻ്റെ റെഡ് ബോർഡറൊക്കെ കണ്ടോ. സക്കുലൻസ് എല്ലാം തന്നെ മിക്ക ജെയ്ഡ് പ്ലാൻ ഇതുപോലെ എക്കിവീരിയ ഇതിനെല്ലാം ബോർഡ്സ് നല്ല റെഡ് കളറിൽ വരും, ഇനഫ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഞാനിത് കളയാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നന്നായി ഞാനിപ്പം കരുതുകയാണ്. കാരണം എനിക്ക് ഈ വർഷം നോക്കിയപ്പോൾ നല്ല എക്കിവീരിയ തൈകളൊന്നും കണ്ടില്ല. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായിട്ടുമില്ല. ഇത് നമുക്കെല്ലാം നന്നായി പറിച്ചെടുത്ത് വീണ്ടും ട്രെയിലേക്ക് ഇതിനുള്ളിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ലീഫാണെങ്കിലും മതി. ഈ ലീഫ് വെറുതെ കൊക്കോപ്പീറ്റിനകത്ത് വെറുതെ കൊണ്ടുപോയി മേതെ ഇട്ടാൽ മതി. കൊക്കോപ്പീറ്റിൻ്റെ മേതെ വെറുതെ ഇട്ടാൽ മതി. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒത്തിരിയല്ല, ഇതിൻ്റെ അഡൽട്ടായിട്ടുള്ള പ്ലാന്റിനെ കഴിഞ്ഞും വെള്ളം നമ്മളിങ്ങനെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പം വേണം. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്ന്
ട്രേ നിറയെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. താമരപ്പൂ പോലെ ഇരിക്കും. ഞാനിതിനെ ലോട്ടസ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള പേര് അങ്ങനെയൊന്നുമല്ല, ഇച്ചിവീര്യ ലോലൈ അങ്ങനെയാണ്ടാണ്. എനിക്ക് ലോട്ടസ് പ്ലാന്റ് എന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ താമരപ്പൂ പോലെയാണ് ഇതിൻ്റെ തൈകൾ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇത്രയും തൈകൾ കളക്ട് ചെയ്തു. ഇത് നമുക്കിതിൻ്റെ മിക്സിലേക്ക് നടാം. അപ്പോൾ എൻ്റെ പ്രൊപ്പഗേഷൻ ടേബിൾ റെഡിയാണ്. ഞാനതിനായിട്ട് കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വിട്ട് വന്നോളും. കൊക്കോപീറ്റ് ഒത്തിരിയേറെ വെള്ളം അബ്സോർബ് ചെയ്യും. കുത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമാകും. പിന്നെ നമുക്ക് വേണ്ടത് സാൻഡാണ്. പക്ഷേ എനിക്ക് സാൻഡ്, അതായത് മണലാണെങ്കിൽ നമുക്ക് വെള്ളം നന്നായിട്ട് ഊർന്നു പോകാനാണ് ട്രെയിൽ നിന്ന്. പക്ഷെ എനിക്ക് സാൻഡില്ല. ഞാനിപ്പം മിറക്കിൾ ഗ്രോയുടെ കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തു. എല്ലാവരും പറയും ഇതിന് കാക്ടസ് ആൻഡ് സക്ലന്റ് മിക്സ് വേണമെന്ന്. കാക്ടസ് ആൻഡ് സക്ലന്റ് മിക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടത് കോക്കോപീറ്റ്, സാൻഡ് അല്ലെങ്കിൽ നാട്ടിലെ മണൽ, പിന്നെ വേണ്ടത് പേർലൈറ്റ്. കുറച്ച് പേർലൈറ്റും കൂടി ഇടുക. ഇതെല്ലാം നമ്മൾ ഇടുന്നത് വെള്ളം നന്നായിട്ട് ഊർന്നു പോകാനാണ്. ഇതിനകത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇതിന് റോട്ടാകാതിരിക്കാൻ, അഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവയെല്ലാം നമ്മൾ ചേർക്കുന്നത്. സാൻഡും പേർലൈറ്റും കോക്കോപീറ്റും ആണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. അപ്പം എനിക്ക് സാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കമ്പോസ്റ്റ് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഈ ട്രേയിലേക്ക് നിറയ്ക്കാം. എൻ്റെ ഫ്രണ്ട് വിനീത എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. വിനീത ശ്രീകാന്ത്. ഹായ് വിനീത. സക്ലൻറ്റിൻ്റെ വീഡിയോ എപ്പോഴും ചെയ്യണമെന്ന് പറയുമായിരുന്നു. അത് സക്ലൻസ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയത്. എനിക്കും സക്ലൻസ് ഒത്തിരി ഇഷ്ടമാണ്. ഇത് മുറവാണ് നാട്ടിൽ. ഇതാണെങ്കിൽ നല്ല സുഖമാണ്, എളുപ്പമാണ് മിക്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ മുറ ഉപയോഗിച്ചത്. ഞാൻ വേറെ ഒന്നിനും മുറ ഉപയോഗിക്കാറില്ല. മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ എക്കിവേരിയ തൈകൾ റെഡിയാണ്. ഇത് നമ്മൾ കാക്ടസ് മിക്സിൽ മാത്രമേ വളരുള്ളൂ എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാൻ എൻ്റെ വെറുതെ പുറത്ത് വെച്ചിരുന്ന പോട്ടിൽ വെറുതെ കൊണ്ടുപോയി വെച്ചാണ്. ഇത്രയും വലിയ സ്നോയും എല്ലാം ഇത് സർവൈവ് ചെയ്തെങ്കിൽ ഇതിനെ നമുക്ക് സാധാരണ മണ്ണിലും വളർത്താമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഊർന്നു പോകണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇതുണ്ടോ ദൂരം നീളമുള്ള വേരാണെന്ന് നോക്കിയേ. ഇതാണ് എൻ്റെ തൈകൾ. ഞാനിതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് ഈ മിക്സിലേക്ക് നട്ടുവെക്കുകയാണ്. ഈ ഇലകൾ നമ്മൾ മണ്ണിൽ ടച്ച് ചെയ്തിരുന്ന ഈ ഇലകൾ അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇലകൾ അധികം മണ്ണിൽ ടച്ച് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. വളരെ നീളമുള്ള റൂട്ട്സാണ്. ഇതല്പം കൂടെ നല്ല മച്ചുറായ വേരാണ്. പക്ഷേ തിക്കാണ്, ഫൈബ്രസ് ആണ് ഇതിൻ്റെ റൂട്ട്. നമുക്കിങ്ങനെ നടുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചീഞ്ഞു തുടങ്ങിയ ഇലയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് കളയാവുന്നതേ ഉള്ളൂ. ഈ ലീഫിൽ നിന്നും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊരു ബഞ്ചായിട്ടാണ്, ഞാൻ ആ ബഞ്ചായിട്ട് തന്നെ നടുകയാണ്. ബഞ്ച് ഓഫ് ജോയിയാണ്. എനിക്ക് വളരെ അത്ഭുതമായിപ്പോയി ഇത് കണ്ടപ്പോൾ. ഇതിപ്പോഴും ഇങ്ങനെ ഇതിനകത്ത് പുതിയ തൈകളൊക്കെ ആയിട്ട് ഈ തണുപ്പ് ഒട്ടും കോപ്പ് ചെയ്യാതെ ഈ സക്ലൻറ്റിലേക്ക് കയറിയ തണുപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ. ഇപ്പോൾ ഞാൻ എൻ്റെ എക്കിവീരിയ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി നനച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തെ പൊടിയും മണ്ണൊക്കെ, ഇതിൻ്റെ ലീഫിലൊക്കെ ഇരിക്കുന്ന മണ്ണൊക്കെ നമുക്ക് കഴുകിക്കളയാൻ പറ്റും. ശരിക്കും സക്കുലൻസിൽ നമ്മൾ പുറമേ വെള്ളം ഒഴിക്കരുതെന്നാണ്. പക്ഷേ ഇത് നമുക്കിതിൻ്റെ ഈ പൊടിയും മണ്ണും കണ്ടോ പറഞ്ഞു. അപ്പം നമുക്കിതിൻ്റെ ഈ മണ്ണും പൊടിയൊക്കെ ഇതിൻ്റെ ഈ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണും പൊടിയൊക്കെ കളയാൻ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം.
നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഗ്രാവൽസ് ഇടാം. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ നമ്മൾ കളഞ്ഞ് നന്നായിട്ട് ഇതിനകത്ത് കൂടെ വെള്ളം നന്നായിട്ട് ഒഴുകിപ്പോണം, അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ടൊക്കെ ചിഞ്ഞു പോകും. ഈ എക്കവേരിയ നല്ല സ്ട്രോങ് എക്കവേരിയാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയ വിൻ്ററൊക്കെ ഇത് കോപ്പി ചെയ്തെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ ഇതിൽ കൂടെ പോയി കഴിയുമ്പം ഈ ചെടി നന്നായിട്ട് വന്നത്. ഇനി കാണുന്ന ഈ ഫോട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഫോട്ടോയാണ്. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇത് വളർന്നു കഴിയുമ്പോൾ ഒരു 2-3 വീക്സ് കഴിയുമ്പം ഇതെങ്ങനെ ഇരിക്കും എന്നുള്ള ഫോട്ടോയാണ് ഞാൻ കാണിക്കുന്നത്. ഇതാ കണ്ടോളൂ. ഇത് എcheveria miranda. ഈ പ്ലാന്റ് നമുക്ക് റീപോർട്ട് ചെയ്യാൻ സമയമായി. എങ്കിലും ഇതിൻ്റെ ഇലയിൽ നിന്നും ലീഫിൽ നിന്നും എങ്ങനെ നമുക്ക് പുതിയൊരു തൈ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ പോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് ഭംഗിയാണ് അല്ലേ ഈ ചെടിയെ കാണാൻ. ഇതിൻ്റെ പോട്ടിൻ്റെ ഈ 2 വശത്തും ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൂട്ടിനൊന്നും ഡാമേജ് പറ്റാതെ നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും ഊട്ടിയെടുക്കാം. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഇലകളൊക്കെ മണ്ണിൽ തൊട്ടിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇലയിൽ നിന്നും നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഇലകൾ നമ്മൾ 2 വശത്തേക്കും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ സ്റ്റെമ്മിൽ നിന്നും പയ്യെ വിട്ടുപോരും. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെയിൻ സ്റ്റെമ്മോട് കൂടി നമുക്ക് ഇത് നട്ടുവെക്കാവുന്നതാണ് കമ്പോസ്റ്റിനകത്ത്. 2-3 ഡേയ്സ് ഇതിൻ്റെ ഈ നമ്മൾ പറിച്ചെടുത്ത് ഈ കാലസാകാനായിട്ട് വെക്കേണ്ടതാണ്. അതിനുശേഷം മാത്രം നമ്മൾ ഇത് കമ്പോസ്റ്റിൽ നടുക. ഇത് ഞാൻ 2-3 ഡേയ്സിന് മുമ്പ് പറിച്ചു വെച്ചിരുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ ഈ ട്രേയിലേക്ക് നടുന്നത്. വെറുതെ ഈ കൊക്കോപ്പീറ്റിനകത്തേക്ക് നട്ടാൽ മതി, വെറുതെ ഇട്ടാൽ മതി. ചെറുതായിട്ട് ഈ സ്റ്റെമ്മിൻ്റെ ഭാഗം ഒന്ന് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ തൈകൾ ഉണ്ടായി വരുന്നതാണ്. ഇതും നമുക്ക് 2-3 ഡേയ്സിന് ശേഷം ഇങ്ങനെ തന്നെ നട്ടുവെക്കാവുന്നതാണ്. കാലസായതിനു ശേഷം നട്ടുവെക്കാവുന്നതാണ്. പിന്നെ ചില സക്കുലൻസ് അല്ലെങ്കിൽ ചില എcheveria നമുക്ക് സൺലൈറ്റ് ഇനഫ് കിട്ടിയില്ലെങ്കിൽ സ്ട്രെച്ചി ആൻഡ് ലെഗി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ്. ഇത് ഞാൻ സമ്മറിലല്ല വിൻ്ററിൽ നട്ടതാണ്. അതിന് വീടിനുള്ളിലായിരുന്നു വെച്ചിരുന്നത്. ഇനഫ് സൺലൈറ്റ് ഇല്ല. ഇംഗ്ലണ്ടിൽ വളരെയേറെ സൺലൈറ്റ് കുറവാണ് വിൻ്ററിൽ. നമുക്ക് സൺലൈറ്റ് അധികം കിട്ടാനേ ഇല്ല. അപ്പം ഞാൻ വീടിനുള്ളിൽ നട്ടുവെച്ച് നോക്കിയതാണ്. അത് വളരെ സ്ട്രെച്ചി ആയിട്ടും ലെഗി ആയിട്ടും ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഇത് കണ്ടോ, സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ താഴേക്ക് വളരുകയാണ്. ഈ ഇലകളിൽ നിന്നെല്ലാം, ഈ താഴേക്ക് വളർന്ന ഇലകളിൽ നിന്നെല്ലാം നമുക്ക് പറിച്ച് പുതിയ ചെടികളെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം വീണ്ടും നല്ലൊരു എcheveria തൈകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായി. ഞാൻ ഈ പോട്ടിലേക്കാണ് മറ്റേ എcheveria നടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ Echeveria Miranda ആണിത്. ഈ Echeveria Miranda ഈ പാത്രം നിറഞ്ഞ് കവിഞ്ഞ് വളരുകയാണ്. അതുകൊണ്ട് ഞാനിത് ഒരു വലിയ ട്രെയിലേക്ക് നടുകയാണ്. അപ്പോൾ അതിന് വളരാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മിക്സ് ലൈറ്റ് കോക്കോപീറ്റ് കമ്പോസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചേർത്തത് അല്പം ഓർക്കിഡ് പോട്ടിംഗ് മിക്സ്, അതായത് ബാർക്ക്. കുറച്ച് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്, വെള്ളം നന്നായി ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട് ഇത് കൂട്ട് കുറച്ച് ബാർക്കാണ് ചേർത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ Echeveria Miranda അതിനകത്തേക്ക് ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. വേണമെങ്കിൽ ഈ മണ്ണൊക്കെ കളയാം. ഇതിൻ്റെ അടിയിലെ അഴുകിയിരിക്കുന്ന ഇലകളൊക്കെ നമുക്ക് പറിച്ച് കളയാം. ഇത് അങ്ങനെ തന്നെ നടുകയാണ്.
നമുക്കിതിന് ചുറ്റും നന്നായിട്ട് ഈ ഡെക്കറേറ്റീവ് ഗ്രാവൽസ് ഇടാവുന്നതാണ്. ഞാനിത് B&Mൽ നിന്നാണ് മേടിച്ചത്. നമുക്ക് ഇതിൻ്റെ ഇലകളിലധികം വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതാണ് നല്ലത്. എങ്കിലും എനിക്ക് ആ മണ്ണൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഞാൻ ഇതിയൊന്ന് കളയുകയാണ്. കാരണം ഇതിൻ്റെ ക്ലോറിനൊക്കെ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഇലകളിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ആയിട്ട് ഇപ്പം മാത്രം വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എച്ചെവേരിയ മിറിണ്ട റിപ്പോർട്ട് ചെയ്തു. നല്ല ഭംഗിയല്ലേ ഇപ്പം കാണാൻ. നല്ല വൈറ്റ് പോട്ടിൽ നല്ല ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. ഇപ്പോഴൊക്കെ ഒത്തിരി പേര് സക്കുലൻസ് ഇൻഡോർ പ്ലാന്റ്, പ്രത്യേകിച്ച് ഇക്വേറിയ, അതുപോലെ ഹൊവാർട്ടിയ, ഇവയൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒത്തിരി പേര് വളർത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.